നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ വാർഡ് വിഭജനം നടത്തണമെന്നുള്ള ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും നടത്തിയിട്ടുള്ള വാർഡ് വിഭജനത്തിലെ അപാകത മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി രാജേഷ് തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച വാഹന പ്രചരണ യാത്ര ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഇവിടെ എത്തുകയാണ്. സുഹൃത്തുക്കളെ, ഈ ജാഥയിലുടനീളം ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങളോട് ചില കാര്യങ്ങൾ സംവദിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യാത്ര നടത്തുന്നത്. 10 മണിക്ക് കേരള ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന്റെ മുമ്പിൽ ആദരണീയനായ റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ നായർ അവറുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കേരളത്തിന്റെ മുൻ DGP ആർ ശ്രീലേഖ ആശംസാ പ്രസംഗം നടത്തി അനുഗ്രഹിച്ച യാത്രയാണ് ഏതാനും നിമിഷം കഴിയുമ്പോൾ ഇവിടെ എത്തുന്നത്. വാർഡ് വിഭജനത്തിലെ അപാകതകൾ ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. എന്താണ് വാർഡ് വിഭജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനസംഖ്യാ അടിസ്ഥാനത്തിൽ 10,000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള വാർഡുകളെ അല്ലെങ്കിൽ അതിലുള്ള ജനസംഖ്യ മാറ്റി മറ്റൊരു വാർഡ് രൂപീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജനം നടത്തുന്നത് എങ്കിൽ 2011 അവസാനമായി സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. നമുക്കറിയാം 2020-21 കാലയളവിൽ സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷെ കോവിഡ് മഹാമാരി കാരണം ആ സമയത്ത് സെൻസസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ വാർഡ് വിഭജനം നടത്തിയത് എന്നാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നടത്താത്തതിന്റെ പേരിൽ കേരള ഗവൺമെന്റ് പ്രത്യേക ഉത്തരവിറക്കി പോലും വീടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് വിഭജനം നടത്താമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് വീടുകളുടെ എണ്ണം എടുത്തിട്ടുള്ളത്? വീടുകളുടെ യഥാർത്ഥ എണ്ണം നടത്തിയിട്ടുണ്ടോ? തമ്പാനൂർ വാർഡ് വളരെ പ്രശസ്തമായ വാർഡ്. ആ വാർഡിനെ 4ആയിട്ട് കീറി മുറിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രചരണ ജാഥയിലൂടെ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് വലിയൊരു നിയമ പോരാട്ടം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, തമ്പാനൂരിലെ വീടുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. ആരാണ് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്? ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് തലസ്ഥാന നഗരസഭയിലെ ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾ കൊടുത്ത കണക്ക് തെറ്റാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി കണ്ടെത്തിയിരിക്കുകയാണ്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം നഗരസഭയിൽ 34 ജനപ്രതിനിധികളാണുള്ളത്. അവരുടെ വാർഡുകളിൽ കണക്ക് പെരുപ്പിച്ച് കാണിച്ച് വീടുകളുടെ എണ്ണം വല്ലാതെ കൂട്ടിയതിനു ശേഷം 1000 വീട് 500 വീട് മാറ്റി ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുമെന്നുള്ള സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അത്തരം വിഭജനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ തിരുവനന്തപുരം നഗരസഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിതിനോട് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ഉത്തരവാദിത്വം ഡീലിമിറ്റേഷൻ സമിതിക്കാണ്. സുഹൃത്തുക്കളെ, ഇത്തവണത്തെ സർക്കാർ നിയമം അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, കോർപ്പറേഷനുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക്, പഞ്ചായത്തുകൾക്ക് അവർക്ക് ഡീലിമിറ്റേഷന് വേണ്ടി സമിതി രൂപീകരിക്കാം. ഈ തിരുവനന്തപുരത്ത് CPM-ന്റെ പാർട്ടി സെക്രട്ടറിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വച്ച് വാർഡ് വിഭജനം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്
വീടുകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ CPM അധികാരം കൈയാളാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ചെയ്തത് തിരുവനന്തപുരത്തെ നഗരസഭയുടെ കീഴിലെ 72 വാർഡുകളാണ്. 72 വാർഡുകളിൽ BJP ഒന്നാം സ്ഥാനത്താണ്. ജനങ്ങൾ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. തലസ്ഥാന നഗരസഭ വീണ്ടും അധികാരത്തിലെത്തുവാൻ വേണ്ടി CPM നടത്തിയിട്ടുള്ള ഒരു നടപടിയാണ് അശാസ്ത്രീയമായ ഈ വാർഡ് വിഭജനം. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രതിഷേധ കൂട്ടായ്മയിലൂടെ ആവശ്യപ്പെടുന്നത് അശാസ്ത്രീയമായി നിങ്ങൾ നടത്തിയിട്ടുള്ള പോലത്തെ ബുദ്ധിമുട്ടുണ്ടാകാതെ, ജനങ്ങൾക്ക് ദുരിതങ്ങൾ സമ്മാനിക്കാതെ, ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ വാർഡ് വിഭജനം നിങ്ങൾ പുനഃപരിശോധിക്കണം. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. തമ്പാനൂർ വാർഡിലെ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, ഇന്നലെ വരെ നിങ്ങളുടെ വാർഡിന് അനുവദിച്ചിട്ടുള്ള നമ്പർ അല്ല നാളെ മുതൽ വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ എല്ലാ രേഖകളും മാറാൻ വേണ്ടി പോവുകയാണ്. ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, റേഷൻ കാർഡ്, എല്ലാ രേഖകളും മാറാൻ വേണ്ടി പോവുകയാണ്. എത്ര രൂപ ചെലവ് വരുന്നത്? പാസ്പോർട്ടുള്ള ഒരാള്, തമ്പാനൂർ വാർഡിൽ താമസിക്കുന്ന ഒരാള് നാളെ തമ്പാനൂർ വാർഡിന്റെ ഭാഗമല്ലാതെ അയാളെ മറ്റൊരു വാർഡിലേക്ക്, പാളയം വാർഡിലേക്കോ വേറെ ഏതെങ്കിലും വാർഡിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ അയാളുടെ പാസ്പോർട്ട് ഒന്ന് തിരുത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3000 രൂപ വേണം. ആരാ ഈ ചെലവ് നയിക്കാൻ പോണത്? ഞങ്ങൾ കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ജനങ്ങൾ, പ്രയാസപ്പെടുന്ന ജനങ്ങൾ, യാതനയും വേദനയും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ രേഖകൾ മുഴുവൻ മാറ്റാൻ, ചെലവ് വഹിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറുണ്ടോ? നിങ്ങൾ മറുപടി പറയണം. വെറുതെ അങ്ങ് നിങ്ങൾ തോന്നിവാസം പോലെ വാർഡ് വിഭജനം നടത്തി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, വാർഡ് വിഭജനം ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുമായി ആലോചിക്കേണ്ടതല്ലായിരുന്നോ? അഭിപ്രായം രൂപീകരിക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്തോ? ചർച്ച ചെയ്തില്ല എന്ന് മാത്രവുമല്ല സുഹൃത്തുക്കളെ, കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയമില്ല അവർക്ക്. കേരളത്തിന്റെ നിയമസഭയിൽ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ബില്ല് വന്ന സമയത്ത് 2 മിനിറ്റ് സമയം കോൺഗ്രസുകാർ അത് ചർച്ചയ്ക്കെടുക്കാത്തത് എന്തായിരുന്നു? ചർച്ച ചെയ്യണ്ടേ? BJPയുടെ ഒരു പ്രതിനിധികളും കേരളത്തിന്റെ നിയമസഭയിൽ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്ത് മാത്രം 16 ലക്ഷം ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുന്ന ഇത്തരം കാര്യം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ കാര്യത്തെ സംബന്ധിച്ച് കേരളത്തിലെ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ച സമയത്ത് മിസ്റ്റർ VD സതീശൻ, താങ്കളോടാണ് ഞങ്ങളുടെ ചോദ്യം. താങ്കൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറായില്ല? മിസ്റ്റർ രമേശ്, താങ്കൾ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറായില്ല? താങ്കളുടെ പാർട്ടി എന്തുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത്? സുഹൃത്തുക്കളെ, അങ്ങനെ 2 നിമിഷം പോലും ജനങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പറ്റാതെ, പറയുവാൻ പറ്റാതെ, ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ കേരളത്തിന്റെ നിയമസഭയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്താണ്? RSSനെ കുറിച്ചിട്ടാണ്, BJPയെ കുറിച്ചിട്ടാണ്. ഉറക്കമില്ലാത്ത രാത്രികളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും നേതാക്കന്മാർക്ക് BJP സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ സ്വപ്നം കാണുന്ന നേതാക്കന്മാർ, ഉറക്കമില്ലാത്ത നേതാക്കന്മാർ കേരളത്തിന്റെ നിയമസഭയിൽ ഇത്തരം ജനദ്രോഹപരമായ നടപടികൾ, അതിനുവേണ്ടി കൊണ്ടുവന്ന ബില്ല് ചർച്ചയ്ക്കെടുത്ത സമയത്ത് അത് ചർച്ച ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജനങ്ങളോട് എന്താണ് മറുപടി പറയാനുള്ളത്? ഇപ്പൊ UDFന്റെ നേതാക്കന്മാർ സമരമുഖത്താണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ സമരമുഖത്ത് നിൽക്കുന്നത്? അശാസ്ത്രീയ ജനമാണെന്ന് BJP പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലും തിരുവനന്തപുരത്തും UDFന്റെ നേതാക്കന്മാർ ഇപ്പോൾ സമരമുഖത്താണ്. എന്താണ് നിങ്ങൾ ആ സമരം ചെയ്യാൻ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടോ? കേരളത്തിന്റെ നിയമസഭയിൽ അതിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയ സമയത്ത് പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ UDFന്റെ പ്രതിനിധികൾ അതിനുവേണ്ടി സംസാരിക്കാൻ തയ്യാറായില്ലല്ലോ. സുഹൃത്തുക്കളെ, അശാസ്ത്രീയമായ ഈ വാർഡ് വിഭജനം ലക്ഷക്കണക്കിന് ജനങ്ങളെ ദുരിതത്തിലാക്കിയാണ്.
അതുകൊണ്ട് ഈ ജാഥയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരുടെ എല്ലാ രേഖകളും ഈ പറയുന്ന രീതിയിൽ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നിങ്ങൾ ഈ വാർഡ് വിഭജനം പുനഃപരിശോധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഈ യാത്രയിലൂടെ ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം CPM-ന്റെ നേതാക്കന്മാർ വിചാരിച്ചു, ഞങ്ങൾ ഏതറ്റം വരെയും പോയി നിയമപരമായ പോരാട്ടം നടത്തും. ഈ വാർഡ് വിഭജനത്തിലുള്ള അപാകതകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ വീടുകളുടെ അടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഈ വീടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന നടപടികളിലേക്ക് ഞങ്ങൾ പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, നിയമപരമായ പോരാട്ടത്തിന് നമ്മൾക്ക് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മറ്റൊരു പ്രധാന കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ അറിയുവാൻ വേണ്ടി BJP നിങ്ങളോട് പറയുകയാണ്. തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ 100 വാർഡുകളാണുള്ളത്. 100 വാർഡുകൾ. ഇനിയിപ്പോൾ ഒരു വാർഡാണ് അവർ കൂട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 101 വാർഡാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വാർഡ് കൂട്ടുന്നതിന് 100 വാർഡുകളെയും കീറിമുറിക്കേണ്ട ആവശ്യമുണ്ടോ? 100 വാർഡുകളെയും കീറിമുറിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ഒരു വാർഡ് കൂട്ടുന്നതിന് 100 വാർഡുകൾ കീറിമുറിക്കുന്നത്? സുഹൃത്തുക്കളെ, 100 വാർഡുകൾ കീറിമുറിച്ചു എന്ന് മാത്രവുമല്ല, അതിൽ 8 വാർഡുകൾ തലസ്ഥാന നഗരത്തിൽ ഇനിയില്ല. 8 വാർഡുകൾ ഇല്ലാതെ 9 വാർഡുകൾ പുതിയ പേരിൽ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ 6 വാർഡുകൾ കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിൽ ഒരു വാർഡുകളും ഇല്ലാതാക്കാതെ നിലവിൽ 24 വാർഡുള്ളപ്പോൾ ഇനി 6 വാർഡുകൂടെ കൂട്ടിച്ചേർത്ത് 30ഓളം വാർഡുകൾ എവിടെ വരുന്നു? ഈ കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, കഴക്കൂട്ടം അസംബ്ലി മണ്ഡലം നിങ്ങൾ വിചാരിക്കുന്നത് BJPക്ക് ബാലികേറാമലയാകുമെന്നാണോ? എല്ലാ കാലവും CPM-ന് അനുകൂലമായ ഒരു അസംബ്ലി മണ്ഡലമായി ഈ പറയുന്ന കഴക്കൂട്ടം അസംബ്ലി മണ്ഡലം മാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, 2025 ആകുമ്പോൾ ജനങ്ങൾ മടുത്ത CPM-നെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തള്ളിക്കൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സുഹൃത്തുക്കളെ, ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് 72 വാർഡുകളിലാണ് 1ാം സ്ഥാനം വന്നിരിക്കുന്നത്. ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഞാൻ ഈ രാജാജി നഗറിന്റെ മുമ്പിലായതുകൊണ്ട് പറയുകയാണ്, തലസ്ഥാന നഗരത്തിലെ മേയർ വലിയ അന്താരാഷ്ട്ര ബഹുമതിയൊക്കെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഈ ബഹുമതി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരെവിടെയൊക്കെ പോയിട്ട് വന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അന്താരാഷ്ട്ര ബഹുമതിക്ക് ചില കടമ്പകളുണ്ട്. ആ കടമ്പകളെല്ലാം നിങ്ങൾ കടന്നിട്ടാണോ ഈ തട്ടിപ്പിനൊക്കെ നിങ്ങളിപ്പോ കൂട്ടുനിൽക്കുന്നത്? രാജാജി നഗറിലെ പാവപ്പെട്ട ജനങ്ങൾ കഴിഞ്ഞ 58 ദിവസമായി തലസ്ഥാന നഗരസഭയുടെ മുമ്പിൽ സമരം നടത്തുകയാണ്. ആര്? BJP-കാരല്ല, പാവപ്പെട്ട ജനങ്ങൾ, CPM-ന്റെ സന്തത സഹകാരികളായിട്ടുള്ള ആൾക്കാർ CPM-ന്റെ പതാക പിടിച്ചുകൊണ്ട് തലസ്ഥാന നഗരസഭയുടെ മുമ്പിൽ മാലിന്യ സംസ്കരണം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ സമരം നടത്തുകയാണ്. മിനിഞ്ഞാന്ന് എന്താ സംഭവിച്ചത്? മിനിഞ്ഞാന്ന് സംഭവിച്ചത്, അവിടെ CPM-ന്റെ നേതാക്കന്മാർ ഇടപെട്ട് പോലീസിനെ കൊണ്ട് അവരുടെ സമരപ്പന്തൽ പൊളിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചു. നിങ്ങൾക്കറിയാമോ, വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിനു ശേഷം CPM-ന്റെ പതാക പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ, രാജാജി നഗറിലെ ജനങ്ങളെയെല്ലാം കൂട്ടുപിടിച്ച് തലസ്ഥാന നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഒരു കച്ചവട ചരക്കാക്കി CPM ഈ പാവപ്പെട്ട രാജാജി നഗറിലെ പാവങ്ങളുടെ കയ്യിൽ പതാക, CPM-ന്റെ പതാക എടുത്ത് കയ്യിൽ കൊടുത്തതിന് ശേഷം, പിടിച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം, മാലിന്യ സംസ്കരണത്തിന് നിങ്ങളാണ് ഇതിന്റെ ആൾക്കാരെ എന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ തെരുവിലിറക്കി. ഇപ്പോൾ പറയുന്നത് ഇവർ മാലിന്യമെല്ലാം കൊണ്ടുവന്ന് എവിടെ തള്ളുന്നു എന്നാണ്? ആമയിഴിഞ്ഞാൻ തോടി തള്ളുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, 12-13 വർഷം നിങ്ങൾ പറഞ്ഞ ജോലിയെടുത്ത പാവപ്പെട്ട ആൾക്കാർ മാലിന്യങ്ങൾ എവിടെയാണ് കൈയൊഴിയുന്നതെന്ന് നാളിതുവരെ CPM-ന്റെ നേതാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ അവരുടെ വാഹനങ്ങളെല്ലാം പിടിച്ച് നിങ്ങൾ ആ വാഹനങ്ങളെല്ലാം എടുത്ത്
ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസുകൾ ചാർജ് ചെയ്ത് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി കൊടുത്ത ആ വാഹനങ്ങൾ കൊടുത്ത് ജാമ്യം കിട്ടാത്ത തരത്തിൽ പാവങ്ങളുടെ അന്നം മുട്ടിച്ച ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സുഹൃത്തുക്കളെ. എന്താ രാജാജി നഗറിലുള്ള ആൾക്കാർക്ക് ഇതിനുള്ള മറുപടി? രാജാജി നഗറിലെ പാവപ്പെട്ട ജനങ്ങൾ ഇത്രയും കാലം പാർട്ടി പതാകയും പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ മാറ്റിവെച്ച് പ്രവർത്തിച്ച നിങ്ങളോട് കാണിച്ച കൊടിയ വഞ്ചനയുണ്ടല്ലോ തലത്തിലെ CPM ഭരണസമിതി. അതിനെന്താ നിങ്ങളുടെ മറുപടി? മറുപടി ഉണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുകയാണ്, അശാസ്ത്രീയമായ ഈ വാർഡ് വിഭജനത്തിലൂടെ ഒന്നാമതായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, നിങ്ങൾ അശാസ്ത്രീയമായി നടത്തിയിട്ടുള്ള ഈ വാർഡ് വിഭജനത്തെ പുനഃപരിശോധിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി അതിന് ശാശ്വതമായ പരിഹാരം കാണണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, വാർഡുകളുടെ 100 വാർഡിന് വേണ്ടി 100 വാർഡുകൾ ഒരു വാർഡ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ കീറി മുറിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാമോ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. എന്താണ്? 2025 ഡിസംബർ 31 മുമ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാർ സെൻസസുകൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് നടത്താൻ നരേന്ദ്രമോദി സർക്കാർ ഇതാ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. കോടികളുടെ ചെലവാണ് തെരഞ്ഞെടുപ്പിൽ. ആ തെരഞ്ഞെടുപ്പിൽ കോടികളുടെ ചെലവുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കണക്കുകളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ വീണ്ടും വാർഡ് വിഭജനങ്ങളും അതുപോലെ തന്നെ മണ്ഡല പുനർനിർണയവും ഒക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഒരു വർഷത്തിനകത്ത് വീണ്ടും അവരുടെ രേഖകളെല്ലാം മാറ്റണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വാർഡാണ് കൂട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു വാർഡ് കഴക്കൂട്ടം മണ്ഡലത്തിലാണ് നിങ്ങൾക്ക് കൂട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവളെ കൂട്ടിക്കൊള്ളണം. ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല സുഹൃത്തുക്കളെ. പുതിയ വാർഡുകളെല്ലാം കഴക്കൂട്ടത്താണ്. അതുകൊണ്ട് രണ്ടാമത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഒരു വാർഡ് കൂട്ടുന്നതിന് വേണ്ടി 100 വാർഡിൽ നിന്ന് 101 വാർഡിലേക്ക് എത്തുന്നതിന് വേണ്ടി നിലവിലുള്ള 100 വാർഡുകൾ കീറിമുറിക്കേണ്ട എന്നുള്ള അഭിപ്രായം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് നിയമപരമായി ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന് CPM നേതൃത്വത്തെ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ ഇതിന് തയ്യാറാകണം. കാരണം ഇപ്പൊ എന്താണെന്നറിയാമോ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട ഓശാന പാടുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി. നിങ്ങൾ കണ്ടിട്ടില്ലേ? BJPയെയും RSSനെയും എതിർക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി VD സതീശന്റെ പാർട്ടിയോ ഭരണം നടത്തുന്ന ശ്രീമാൻ പിണറായി വിജയന്റെ പാർട്ടിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ക്ഷേമ പെൻഷനുണ്ടോ ജനങ്ങൾക്ക് കൊടുക്കാൻ? ഇനി എത്ര നാളത്തെ ക്ഷേമ പെൻഷനാണ് കൊടുക്കുന്നത്? നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ശ്രീമാൻ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ ഒരു വയസ്സ് ചെന്ന അമ്മ അങ്ങനെ 32 പല്ലും പുറത്ത് കാണിച്ച് ചിരിച്ച് ഒരമ്മയെ ചിരിപ്പിച്ചിട്ട് അമ്മയുടെ കയ്യിൽ കുറെ നോട്ടുകളെല്ലാം കൊടുത്ത് വലിയ പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലോടി വരുന്നില്ലേ? എന്തായിരുന്നു? ഞങ്ങൾ ഇതാ പാവപ്പെട്ട ജനങ്ങൾക്ക് മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപ വരെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നേരെ ചൊവ്വ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ മാസാമാസം കിട്ടുന്ന ആ ക്ഷേമ പെൻഷൻ തുക പോലും കൊടുക്കാൻ പറ്റാതെ പരാജയപ്പെട്ട ഒരു സർക്കാരായി ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ വാർഡ് വിഭജനത്തിൽ നിങ്ങൾ ഒരു വാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ 100 വാർഡും കീറി മുറിച്ച് തമ്പാനൂർ വാർഡിനെ 4 ആയിട്ട് കീറി മുറിച്ച് നിങ്ങൾ അശാസ്ത്രീയമായ വാർഡ് വിഭജനം നടത്തരുത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ ജാഥയിലുടനീളം ചില കാര്യങ്ങൾ ജനങ്ങളോട് സമ്മതിക്കുകയാണ്. 8 വാർഡുകൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. CPMന്റെ ചേതോവികാരം എന്താണ് ഈ വാർഡുകളുടെ പേരുകൾ ഇല്ലാതാക്കാൻ? നിങ്ങൾക്കറിയാമോ? PTP വാർഡ്, പട്ടം താണുപിള്ള സാറിന്റെ പേരുള്ള വാർഡ് ഇനി മുതലില്ല. ആരായിരുന്നു പട്ടം താണുപിള്ള സാർ? പട്ടം താണുപിള്ള സാർ BJPക്കാരനല്ലായിരുന്നു. പട്ടം താണുപിള്ള സാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു.
അദ്ദേഹത്തിന്റെ നാമധേയത്തിലുണ്ടായിരുന്ന വാർഡ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരോട് ഞങ്ങളുടെ ചോദ്യം, PTP നഗർ വാർഡ് വേണ്ട എന്ന് നിങ്ങളാണ് തീരുമാനിക്കാൻ. പട്ടംതാണുപിള്ള സാറിന് വേണ്ടി പറയുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവില്ല. പട്ടംതാണുപിള്ള സാറ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു പൊതുപ്രവർത്തകനും ജനകീയനുമായ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന പട്ടംതാണുപിള്ള സാർ. അദ്ദേഹത്തിന്റെ പേരുള്ള വാർഡിനി ഇല്ല. അതിനെ 4ആയിട്ട് കീറി മുറിച്ചിരിക്കുകയാണ്. അതിനെ 4ആയിട്ട് കീറി മുറിച്ച് വട്ടിയൂർക്കാവ് വാർഡിന്റെ, വലിയകുള വാർഡിന്റെ ഒക്കെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. പാങ്ങോട് വാർഡിന്റെ. സുഹൃത്തുക്കളെ, ശംഖുമുഖം വാർഡ് ഇനിയിപ്പോ ഇല്ല. ശംഖുമുഖം വാർഡ് വേണ്ട എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശംഖുമുഖം വാർഡ് വേണ്ട എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അനന്തപത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്ന സ്ഥലം ശംഖുമുഖം കടപ്പുറമാണ്. ആ ശംഖുമുഖം വാർഡിനെ 2ആയിട്ട് വിഭജിച്ച് വലിയതുറ വാർഡിലും വെട്ടുകാട് വാർഡിലുമായി ചേർത്ത് ശംഖുമുഖം വാർഡ് ഇനിയിപ്പോ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് എവിടെയെന്ന് പറയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര്? വലിയതുറ വാർഡിലെന്ന് പറയൂ, വെട്ടുകാട് വാർഡിലെന്ന് പറയൂ? സുഹൃത്തുക്കളെ, പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്ന ശംഖുമുഖം വാർഡ്, ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾ വൈകുന്നേരം വന്നിരിക്കുന്ന ശംഖുമുഖം, ലോകത്തിന്റെ നെറുകയിലേക്ക് എല്ലാവരും അറിയപ്പെടുന്ന പേര് ശംഖുമുഖം, ആ ശംഖുമുഖം വാർഡിനെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. എത്ര ധാർഷ്ട്യ നിലപാടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട ശ്രീവരാഹം വാർഡ് ഇനി വേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീവരാഹം വാർഡ് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. പ്രസിദ്ധമായിട്ടുള്ള വരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ശ്രീവരാഹം വാർഡ് ഇനി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുര്യാത്തി വാർഡ് വേണ്ട. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട വാർഡുകൾ, മാണിക്യവിളാകം വാർഡ് ഇനിയിപ്പോ ഇല്ല. ഞാൻ മുല്ലൂർ വാർഡ് ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്തെത്തിയ വാർഡാണ്. ചന്ദ്രശേഖർ 1ാം സ്ഥാനത്തെത്തിയ വാർഡാണ്. പ്രസിദ്ധമായിട്ടുള്ള മുല്ലൂർ നീലകേശി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 40ലധികം ആരാധനാലയങ്ങളുള്ള മുല്ലൂർ വാർഡ്, അന്താരാഷ്ട്ര തുറമുഖമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന കവാടം മുഴുവൻ ഈ പറയുന്ന മുല്ലൂർ വാർഡിലായി. ആ മുല്ലൂർ വാർഡിനെ ഇല്ലാതാക്കി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അവിടെ നിന്ന് മാറ്റി മറ്റൊരു വാർഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്തൊരു ഗതികേടാണ് ഇവർ കാണിക്കുന്നത്? ഒന്ന്, CPM-ന്റെ നേതാക്കന്മാരെന്ന് പറയുന്നവന്മാരുടെ തലയിൽ ആള് താമസമില്ല. ഒരു തരത്തിലും ആള് താമസം ഉള്ളവന്മാരല്ല ഇവന്മാര്. വിഡ്ഢിത്തനത്തിന്റെ ഏറ്റവും ഉന്നത നിലയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് CPM-ന്റെ നേതാക്കന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിഴിഞ്ഞം തുറമുഖം മുല്ലൂരായിരുന്ന ആ വിഴിഞ്ഞം തുറമുഖത്തിനെ കോട്ടപ്പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മുട്ടത്തറ വാർഡിലെ പ്രസിദ്ധമായിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെ മാത്രം വള്ളക്കടവ് വാർഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോ ആരാധന നടത്തണമെങ്കിൽ ഇവരെല്ലാവരും കൂടെ വള്ളക്കടവിൽ പോകണം. വള്ളക്കടവിൽ പോയി ആരാധന നടത്തണം. മുട്ടത്തറയിലെ വടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം മാത്രം എടുത്ത് വള്ളക്കടവ് വാർഡിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പേരുമാറ്റം നടത്താൻ പറ്റില്ല. പേരുമാറ്റം നടത്താൻ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നടത്തിയത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ചോദ്യമാണ്. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ പേരുമാറ്റം നടത്തിയിട്ടുള്ളത്? അങ്ങനെ പേരുമാറ്റം നടത്താൻ സാധിക്കില്ല. പേരുമാറ്റം നടത്തണമെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് ആശയവിനിമയം നടത്തണം. വേണ്ടേ? നിങ്ങളെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമെന്ന് പറഞ്ഞതിന് ശേഷം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന്റെ പതാക നെഞ്ചിലേറ്റി നടക്കുന്ന തനത് CPM നേതാക്കന്മാർ തന്നെയാണ് ഈ വാർഡ് വിഭജനത്തെ കൂട്ടുനിന്നിട്ടുള്ളത്. പ്രാദേശിക തലത്തിൽ CPM-ന്റെ നേതാക്കന്മാർ കൊടുത്തിട്ടുള്ള മാപ്പ് തന്നെയാണ് ഈ വാർഡ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈ പറയുന്ന പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മളേതായാലും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും. കോടതിയുടെ ഇടപെടൽ കൊണ്ടുവരും. നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. അങ്ങനെ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഏകപക്ഷീയമായി ധിക്കാരവും അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനം പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ സമയത്ത് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മൂന്നാമത് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മാറ്റിയിട്ടുള്ള പട്ടംതാണുപിള്ള സാറിന്റെ പേരിൽ, അതുപോലെ തന്നെ ശംഖുമുഖം, അതുപോലെ പറയുന്ന മുല്ലൂര്, അതുപോലെ തന്നെ മാണിക്യവിളാകം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ തിരികെ കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, ഒരു വാർഡ് കൂട്ടിയാൽ പോരെ? ഇനി വാർഡ് കൂട്ടുന്നതിന്റെ പേരിൽ നിലവിലുള്ള വാർഡുകളുടെ പേര് മാറ്റേണ്ട കാര്യമുണ്ടോ?
പേര് മാറ്റേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അതിലൂടെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്? ഇപ്പോൾ നിങ്ങൾ തമ്പാനൂരിൽ താമസിക്കുന്ന ആൾക്കാർ, തമ്പാനൂരിൽ ആണ് നിങ്ങളുടെ എല്ലാ രേഖകളും ഉള്ളത്. എല്ലാ രേഖകളും, ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും പാസ്പോർട്ട് ആയാലും എല്ലാം തമ്പാനൂർ വാർഡിലായിരിക്കും. തമ്പാനൂർ വാർഡിൽ നിന്ന് ഇതിനെ വിഭജിച്ച് നിങ്ങളുടെ വിഭജനം നടത്തിയതിന് ശേഷം മറ്റൊരു വാർഡിലേക്ക് തമ്പാനൂരിന്റെ ഒരു ഭാഗം കൂട്ടിച്ചേർത്തു വന്നിരിക്കട്ടെ. അങ്ങനെ കൂട്ടിച്ചേർത്താൽ നിങ്ങളുടെ വോട്ടവകാശം ആ വാർഡിലായിരിക്കും. ഉദാഹരണത്തിന് തമ്പാനൂരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറെ കാര്യങ്ങൾ ചാല വാർഡിലേക്ക്